ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൺ റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സദ്യ റെസിപ്പികളിൽ അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ബീട്രൂട്ട് പച്ചടീൻ്റെ വീഡിയോ കാണാം, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പച്ചടി ചെയ്യാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ബീട്രൂട്ടായിരുന്നു, അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചടി ചെയ്യാനുള്ള പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മോയ്സ്ചർ കിട്ടും ബീട്രൂട്ടിന്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണം, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറു തീയിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനും ചെറുതിനും ഇടയിൽ വെച്ചിട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യണം. അതേസമയം നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഒരു ബീട്രൂട്ടിനാണ് ഇത്രയും നാളികേരം ഞാൻ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് കൂടുതലാണെങ്കിൽ നാളികേരം കൂടുതൽ എടുക്കുക. ഒരു 2 പച്ചമുളക് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അരപ്പിൻ്റെ കൂടെ നന്നായിട്ട് ഇഞ്ചിയും അരഞ്ഞു കിട്ടും. ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ട് അതിൻ്റെ കൂടെ 3/4 ടേബിൾ സ്പൂൺ തന്നെ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതേണ്ടേ ഇത് ഞാൻ പറഞ്ഞ മാതിരി മഷി പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് നമുക്ക് റെഡിയായോ നോക്കാം. ഏകദേശം ഒരു 8-9 മിനിറ്റ് ആയിട്ടുണ്ട്. അതുമാതിരി ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീയിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടും വെള്ളം ഇതിനകത്തില്ല. ഇനി നമ്മൾ ചേർത്ത അരപ്പ് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നിങ്ങൾക്ക് തീരെ വെള്ളമില്ല, നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ബീട്രൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ്, ആ 2 മിനിറ്റിനുള്ളിൽ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയില്ല, അന്നൊരു കുഞ്ഞൊരു പുളി ഉണ്ട് താനും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഒഴിക്കുന്ന സമയത്ത് തീ കത്തിക്കേണ്ട, ഈ ഒരു ചെറു ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ മൺചട്ടിയിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ എപ്പോഴും ചൂട് നിലനിൽക്കും. അത് മാത്രമല്ല ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും ഒരു 2-3 വറ്റൽമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചെറു തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കകത്തോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വരുന്ന ഓണത്തിന് മറക്കാതെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയും വേണം.